ഹായ്, ഇത് കണ്ടാ ഹാങ്ങിങ് ഉറുങ്കയാണേ. കുറേ പ്രാവശ്യം നല്ല നിറയെ ഫ്ലവറായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫ്ലവറൊക്കെ അങ്ങ് കുറഞ്ഞു, മഴയായത് കാരണം. ഇതിന് നല്ല വെയിൽ വേണം. നല്ല വെയിലുണ്ടെങ്കിൽ നിറയെ പൂ പിടിക്കുള്ളൂ. ഇവങ്ക അങ്ങ് മഴ പെയ്യുന്ന സമയത്തങ്ങ് കുറേ നമ്മളെ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. കുറേ എൻ്റെ നിന്ന് പോയി. കുറേ കളറുണ്ടായിരുന്നു, കുറേയൊക്കെ പോയി. അപ്പോൾ കുറച്ചേ ഉള്ളത് ഒന്ന് കൂടെ കാണിച്ചില്ല. നല്ല ഭംഗിയല്ലേ, പല ഷെയ്ഡിൽ പല കളറിൽ. ഇത് ഹാങ്ങിങ് അല്ല, ബ്ലാക്ക് മൂണാണ് സാധനം. നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് നമ്മളെ വൃങ്കപ്പാവിൻ്റെ ഒരു ഉഷാറില്ല, മഴയത്ത് നിൽക്കണോണ്ട് ഒരു ഉഷാറില്ല. നമുക്ക് ഇതിന് കുറച്ച് വളം ഇട്ട് കൊടുക്കണം. വളമൊക്കെ ഇട്ട് ഇതിൻ്റെ ചുവടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇത്തിരി ചാണകപ്പൊടിയും ഇത്തിരി എല്ലുപൊടിയും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇവിടെ എടുത്തു വച്ചിട്ടുണ്ടേ. ഇത് എല്ലുപൊടി, അല്പ ചാണകപ്പൊടി, അല്പ സാഫ്, വേപ്പും പിണ്ണാക്കും കൂടെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇട്ട് അതിൻ്റെ ചുവട് ഒന്ന് ഇളക്കി മാറ്റി വെച്ചെടുക്കാം. ഇത് മഴയത്ത് നിന്ന് മാറ്റി തന്നെ വയ്ക്കണം. ഒരു കാരണവശാലും ഇത് വെള്ളം വീഴാൻ വയ്ക്കരുത്. മഴവെള്ളം വീണാൽ പെട്ടെന്ന് ഈ ചെടി ചീത്തയായി പോകുന്നുണ്ട്, പെട്ടെന്ന് നശിച്ചു പോകും. അതുകൊണ്ട് ഷെയ്ഡിൽ തന്നെ മാറ്റി വയ്ക്കണം. ഇത്തിരി വെയിൽ കിട്ടുന്ന സ്ഥലത്ത്. ഇത് വെയിലും വേണം ഇതിന്. വെയിലൂടെ കിട്ടാൻ വേണ്ടി കണക്കിന് വയ്ക്കണം. വെള്ളം വീഴുമ്പോഴാണ് കുറേയൊക്കെ ചെടി അങ്ങ് ഇല്ലാതായി പോണത്. റിംഗ പ്ലാന്റ് ഉള്ളവരെല്ലാം ഇതുപോലെ ഒന്ന് അതിന് ചുവട്ടിലെത്തി മണ്ണൊക്കെ ഇട്ട് വളമൊക്കെ ഇട്ട് കൊടുക്കും. വീണ്ടും നമുക്ക് പഴയതുപോലെ വേനലാകുമ്പോൾ ഉഷാറായി നിറയെ ഫ്ലവറാവും. ഓക്കേ.